ഞാൻ ആക്ച്വലി ഇവിടെ ജയ്പൂർ എൻ്റെ മോൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് മോൻ്റെ കൂടെ നിന്നപ്പോഴാണ് ഇവിടുത്തെ മിലൻ ഡോട്ട്സിനെ കുറിച്ചൊരു വീഡിയോ കണ്ടു സ്പാർക്കിൽ. പിന്നെ ഞാൻ അവിടുന്ന് ജയ്പൂരിൽ നിന്ന് നേരെ കോഴിക്കോടിന് വരികയായിരുന്നു. കാരണം ഞാനൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ പഠിക്കണം, കമ്മോഡിറ്റി ചെയ്ത് തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ നല്ലപോലെ ഒരുവിധം പ്രോഫിറ്റ് 18,000 രൂപയൊക്കെ ഒരു ദിവസമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇത്തിരി അത്യാവശ്യം അഹങ്കാരമാണോ എന്താണെന്നറിയില്ല, കോൺഫിഡൻസ് കൂടിപ്പോയിട്ട് കുറേ ലോസ് വന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം തോന്നി. ശരിക്കും കുറച്ച് പെണ്ണുങ്ങൾ, കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് പലർക്കും ഇന്ന് ഏറ്റവും ഈ ഒരു ഫീൽഡിൻ്റെ എന്താ ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ലേഡീസിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ രണ്ടും വെളിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ലൈഫ് ലോങ് എൻ്റെ ആവശ്യത്തിന് ഏൺ ചെയ്യണം. അപ്പോൾ ലേഡീസ് ഫ്രീ ആയിട്ടിരിക്കും, അവരെ സംബന്ധിച്ചാണ് കൂടുതലും നല്ലത്. ഫ്രീ ആയിട്ടിരിക്കുന്ന വർക്ക് അറ്റ് ഹോം പോലെയുള്ള ഒരു ഇതല്ലേ ഇത്. ആ ഒരു ടൈമിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണ് നല്ല രീതിയിൽ ഏൺ ചെയ്യാം. ഹായ്, എൻ്റെ പേര് വിഘ്നേഷാണ്. ഹലോ. അപ്പം എന്താണ് പേര്? ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് സുധ. എൻ്റെ ജന്മസ്ഥലം ശരിക്കും കോട്ടയാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ജയ്പൂർ എൻ്റെ മോൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് മോൻ്റെ കൂടെ നിന്നപ്പോഴാണ് ഇവിടുത്തെ മിലൻ ഡോട്ട്സിനെ കുറിച്ചൊരു വീഡിയോ കണ്ടു സ്പാർക്കിൽ. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് വിളിച്ചു, ഷാനിയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഓൺലൈൻ ബാച്ച് ക്ലാസ് കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇതിൻ്റെ നെറ്റ് പ്രോബ്ലം വന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു എൻ്റെ ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ ഞാൻ അവിടുന്ന് ജയ്പൂരിൽ നിന്ന് നേരെ കോഴിക്കോടിന് വരികയായിരുന്നു. കാരണം ഞാനൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ പഠിക്കണം, കമ്മോഡിറ്റി ചെയ്ത് തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ നല്ലപോലെ ഒരുവിധം പ്രോഫിറ്റ് 18,000 രൂപയൊക്കെ ഒരു ദിവസമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു ശരിക്കും. പക്ഷേ നമുക്ക് ഈ ഓവർ ട്രേഡിംഗ് എന്നുള്ള ഒരിത് വന്നുമല്ലോ, അതായിരുന്നു എന്നെ തളർത്തിയത്. അപ്പോൾ അതങ്ങനെ വന്നു, നല്ല രീതിയിലൊക്കെ ട്രേഡ് പോയി. പക്ഷെ ഇത്തിരി അത്യാവശ്യം അഹങ്കാരമാണോ എന്താണെന്നറിയില്ല, കോൺഫിഡൻസ് കൂടിപ്പോയിട്ട് കുറേ ലോസ് വന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം തോന്നി. എങ്കിലും ഇടയ്ക്ക് ഞാൻ ട്രേഡ് ചെയ്തത്, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിൻ്റെ ടൈമിലൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേട്ടു. അപ്പോൾ നല്ല രീതിയിൽ വന്നു. ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുക, എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ, ചെറിയ ചെറിയ സംശയങ്ങൾക്കൊക്കെ. അത് പക്ഷേ എനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ അത് കൂട്ടുകയാണ് ചെയ്തത്. എസ്പെഷ്യലി ആ ഓർഡർ ബ്ലോക്കൊക്കെ നയൻറ്റൈൻ സാറിൻ്റെ ഒക്കെ പേഷ്യൻസ് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ജിത്തു സാറ്, ബെൻസൺ സാറ്, എലിസബത്ത് മാം, അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞു തന്ന ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ മൈൻഡ് കൺട്രോൾ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലോ നമ്മുടെ നോളജോ ഒന്നുമല്ല ഇതിന് വേണ്ടേ. നമുക്ക് ട്രേഡിങ് പ്രോഫിറ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇമോഷണൽ കൺട്രോൾ. അവർ ഓരോ ക്ലാസ്സിൽ 4 പേരും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു പോയിന്റ്, അതെനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഇപ്പം എനിക്ക് ക്ലാസ് കയറുന്നപ്പോൾ ശരിക്കും കോൺഫിഡൻസ് ഉണ്ട്. ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പേജൊന്നും ഇതിനൊന്നും ഒരു പ്രശ്നമല്ല. നല്ലൊരു വൈബായിരുന്നു ഇവിടുത്തെ ക്ലാസ്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സാറിനോട് ചോദിച്ച പോലെ തന്നെ ഞാനിതിലേക്ക് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്ത എത്രയോ പേര് ലോസ് ആക്കിയിട്ടാണോ, പിന്നെ നീയാണോ പഠിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത്. പ്രത്യേകിച്ച് ഞങ്ങളൊരു വില്ലേജിലാണ് താമസിക്കുന്നത്, അവിടെയുള്ള എല്ലാവരും ഇതൊന്നും കേട്ട് കഴിപ്പി പോലുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അത് ശരിക്കും കുറച്ച് പെണ്ണുങ്ങൾ, കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് പലർക്കും ഇന്ന് ഏറ്റവും ഈ ഒരു ഫീൽഡിൻ്റെ എന്താ ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ലേഡീസിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ രണ്ടും വെളിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ലൈഫ് ലോങ് എൻ്റെ ആവശ്യത്തിന് ഏൺ ചെയ്യണം. അതുകൂടാതെ എനിക്ക് നല്ല കുറേ പ്രോജക്റ്റ് ഉണ്ട് മനസ്സിൽ. അപ്പോൾ ലേഡീസ് ഫ്രീ ആയിട്ടിരിക്കും, അവരെ സംബന്ധിച്ചാണ് കൂടുതലും നല്ലത്. ഫ്രീ ആയിട്ടിരിക്കുന്ന വർക്ക് അറ്റ് ഹോം പോലെയുള്ള ഒരു ഇതല്ലേ ഇത്. ആ ഒരു ടൈമിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണ് നല്ല രീതിയിൽ ഏൺ ചെയ്യാം. അതിനാദ്യം ഒരു അവയർനെസ് കൊടുക്കണം അവർക്കും ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഇതിൽ അവർക്കാണ് കൂടുതൽ, കാരണം പേഷ്യൻസ് കുറേ കൂടുതൽ എപ്പോഴും ലേഡീസിനാവും അല്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലി, കാരണം വീട്ടിലെ കാര്യങ്ങൾ ക്യാഷ് മാനേജ് ചെയ്യുന്നതെല്ലാം ലേഡീസാണ്. അപ്പോൾ അവരിതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സ്ത്രീകൾക്ക് പൊതുവേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് പറ്റും.
ശരിക്കും മിനിമം ക്യാപിറ്റൽ ഇട്ട് ഒരു 5,000 അതിലിട്ട് ചെയ്ത് തുടങ്ങുന്നതാവും എപ്പോഴും നല്ലത്. കാരണം ഓവറായിട്ടിപ്പോൾ പറയാൻ പറ്റില്ല, ഇതൊക്കെ ഒരു ലക്കും കൂടെ ഉണ്ട്. ഇൻ കേസ് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഇട്ട് ചെയ്ത് തുടങ്ങി 2-3 ട്രേഡ് പ്രോഫിറ്റ് ആയെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വരും. അതേസമയം ക്യാപിറ്റൽ പോകുന്നൊന്നും നമ്മൾ അന്നേരം ശ്രദ്ധിക്കില്ല. അതേസമയം കുറച്ച് ക്യാപിറ്റൽ ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് മാനേജ് ചെയ്യുക, ആ ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മാത്രമേ ക്യാപിറ്റലിൽ കൂടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്നുമില്ല, അതിപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോലി ആയിരുന്നെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ആകണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പലരും ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കെന്നും പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടൊരു ബിസിനസ്സായിരുന്നു മനസ്സിൽ, അതും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ്. പലയിടത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട്സ് ഫീൽഡിൽ ഒക്കെ ആണെങ്കിലും നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. പക്ഷേ ഈ ഒരു ട്രേഡിംഗ് എന്നുള്ളൊരിതിലേക്ക് വന്നപ്പം ഞാൻ ആഗ്രഹിച്ച ലെവലിൽ എത്താൻ പറ്റും എന്നുള്ളത്. മില്യൺ ഡോട്ട്സിൻ്റെ റിവ്യൂസൊക്കെ കണ്ടു. അതിലൊക്കെ ഉപരി ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, വളരെ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ വന്നില്ലായിരുന്നു, ഇത് ശരിക്കും വേസ്റ്റായി എന്ന് തോന്നി. അത്രയ്ക്ക് കുറേ ഡൗട്ടുകൾ, നമ്മൾ ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് ഡൗട്ട് കൂടും. ഒരു ബിഗിനേഴ്സിന് ഒരു പക്ഷേ ഇത് അത്രയ്ക്ക് തോന്നണമെന്നില്ല. പക്ഷേ ഇത്ര എക്സ്പീരിയൻസ് ആയി, പിന്നെ ഫിനാൻഷ്യലി സൈഡല്ല പറഞ്ഞ് ആ ഒരു കാര്യത്തിൽ കൂടുതൽ നോളജ് വേണമെന്ന് തോന്നിയപ്പോൾ എനിക്കെല്ലാം കൊണ്ടും പറ്റിയൊരു ഈ സ്ഥലത്ത് വന്നു തോന്നി. മെയിൻലി ഫിനാൻഷ്യൽ ഫ്രീഡം, അതാണ്. കാരണം നമ്മുടെ എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമിൽ എന്ന് പറഞ്ഞാൽ പല പല കാരണങ്ങൾ കൊണ്ടും എനിക്കൊരു ഗവൺമെൻറ് ജോലിയിലേക്കെല്ലാം നല്ലൊരു ഇതിലേക്ക് തിരിയാൻ പറ്റിയില്ല. പക്ഷെ എന്നും എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. മക്കളോ ഹസ്ബൻഡോ ഒക്കെ തന്നാലും തല കുനിയുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് അറ്റ് ഹോമാണ്, എത്ര ഏജില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഏൺ ചെയ്യാം. അതാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. പറ്റില്ല, നല്ല എഫേർട്ട് ഇടണം. അതേ പറഞ്ഞാൽ ഇതിനൊക്കെ ഉപരി നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യണം. അതിലുപരി പിന്നെ നമുക്ക് വിശ്വാസം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അല്ലാതെ പലരും പറയുന്ന പോലെ ഇതൊക്കെ വേസ്റ്റാന്ന് വിചാരിച്ചാൽ എല്ലാം വേസ്റ്റാണ്. ആ ഒരു ഫീൽഡിനെ വിശ്വസിക്കുക. ഓക്കെ, താങ്ക് യു.